ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ച് തൃശൂരിലെ പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്താൻ ധനശേഖരണത്തിനായി ഓണനാളിൽ മത്സ്യവും മാംസവും സമ്മാനമായി നൽകുന്ന കൂപ്പണാണ് പുറത്തിറക്കിയത്. തൃശൂർ കൈപ്പറമ്പ് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ പോസ്റ്റർ തന്നെ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ സംഭവം തങ്ങളുടെ അറിവോടുകൂടി അല്ല നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ ഓണനാളിൽ തന്നെ ഇത്തരം ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു ആസൂത്രിത ലക്ഷ്യം ഉണ്ടെന്ന് വേണ്ടേ പറയാൻ? പ്രത്യേകിച്ച് സമൂഹത്തിലൊരു വേർതിരിവ്, ഒരു സംഘർഷം തന്നെ സൃഷ്ടിക്കാൻ പാകമാകുന്ന തരത്തിലൊരു നീക്കം തന്നെയല്ലേ ഇത്? വിഷ്ണു, ഈ ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൂപ്പൺ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ധനശേഖരണത്തിനായാണ് ഈ ഓണനാളിൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ എന്നുള്ള രീതിയിൽ ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ തൃശൂർ കൈപ്പറമ്പ് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പൂരാഘോഷ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി പൂരാഘോഷ കമ്മിറ്റികൾ ഇത്തരത്തിൽ തൃശ്ശൂരിലെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. ഈ പൂരാഘോഷ കമ്മിറ്റികളാണ് അതായത് കൈപ്പറമ്പ് കാവ് ക്ഷേത്രത്തിലേക്ക് ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങൾ വരുന്നത്. അത്തരത്തിലൊരു കമ്മിറ്റിയാണ് ഈ ധനശേഖരണാർത്ഥം ഇങ്ങനെ മത്സ്യ മാംസ സമ്മാന കൂപ്പൺ, അതായത് 50 രൂപയുടെ കൂപ്പണാണ് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ നറുക്കെടുപ്പ് ഈ സെപ്റ്റംബർ 16 തീയതി ആണ് നടക്കുന്നത്. ഇതിൽ തന്നെ ഒന്നാം സമ്മാനമായി ആട്, പോത്ത്, പോർക്ക് ഇങ്ങനെ തുടങ്ങി മാംസങ്ങളാണ് നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ കൃത്യമായും അറിയിച്ചിട്ടുള്ളത് അവരുടെ അറിവോടുകൂടിയല്ല നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ പ്രാദേശിക പൂര കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു അവഹേളനം നടത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം ഓണം മനോജാണ് വിവരങ്ങൾ നൽകിയത്.